സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ഒടുവിൽ സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥനെ കണ്ട് മേരി തോമസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ മേരി തോമസിന് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ബലരാമന്റെയും മേരി തോമസിന്റെയും മകളാണല്ലോ തനൂജ. ആ ഒരു മാനസിക സംഘർഷണം താങ്ങാനാവാതെ സ്വയം ആത്മഹത്യ ചെയ്തതാണ് ബലരാമൻ എന്നുള്ള കാര്യം നമ്മുടെ മേരി തോമസിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തന്നെ ഇനി മേരി തോമസ് ആയിരിക്കും സിദ്ധാർത്ഥന് വേണ്ടിയുള്ള എല്ലാ ചരടുകളും വലിക്കുന്നതും നമ്മുടെ സിദ്ധാർത്ഥൻ ഒടുവിൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതും. അങ്ങനെ സിദ്ധാർത്ഥൻ പഴയ ഒരു പ്രൗഢിയിൽ ചന്ദ്രോത്ത് വീട് തിരിച്ചെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ എപ്പിസോഡ് കണ്ടാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ആ ഒരു പഴയ ഒരു പ്രൗഢിയിൽ നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം എത്തുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥനെ കാണാൻ മേരി തോമസ് വരികയും മകളെ സംരക്ഷിച്ചതിന് കാൽക്കൽ വീണ് മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും നാളും ഇവർക്ക് വേണ്ടിയാണല്ലോ സിദ്ധാർത്ഥൻ ആ ഒരു പഴിയൊക്കെ കേട്ടത്. അപ്പോൾ അതിനെല്ലാം വേണ്ടി നമ്മുടെ മേരി തോമസ് സിദ്ധാർത്ഥന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്ന രംഗങ്ങൾ തന്നെയാണ് ഇനി നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.